കിഫ്ബി വായ്പ സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന വാദം തള്ളി CAG റിപ്പോർട്ട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല എന്നും പെൻഷൻ കമ്പനിയുടെ കുടിശ്ശിക സർക്കാരിന്റെ അധിക ബാധ്യതയെന്നും CAG. സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണെന്നും പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്നും CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കിഫ്ബിയുടേത് ബജറ്റിന് പുറത്തുള്ള വായ്പയാണെന്നും സർക്കാരിന് ഒരിക്കലും ബാധ്യതയുണ്ടാക്കില്ല എന്നുമാണ് മുൻ ധനമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. മസാല ബോണ്ടിലെ നിയമസാധുത കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് CAG ചൂണ്ടിക്കാട്ടിയപ്പോഴും പ്രതിരോധം തീർത്ത് സർക്കാർ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ 2021-22 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചപ്പോഴും കിഫ്ബിയുടെ കടമെടുപ്പിനെയും വായ്പയെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലെന്നും ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നതിനാൽ ഒഴിഞ്ഞുമാറാനാകില്ല എന്നും CAG ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം പെൻഷൻ കമ്പനിയുടെ ബാധ്യതയും CAG വിമർശിക്കുന്നു. പെൻഷൻ കമ്പനിയുടെ 11,206 കോടി കുടിശ്ശിക സർക്കാരിന്റെ അധിക ബാധ്യതയാണ്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർക്കുന്നുവെന്ന രൂക്ഷ വിമർശനവും CAG നടത്തുന്നു. സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണെന്നും റവന്യൂ വരുമാനം 19.49% കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശ അടയ്ക്കാൻ വിനിയോഗിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകിയതുൾപ്പെടെ ഗുരുതര ക്രമക്കേടുകളും റിപ്പോർട്ടിലുണ്ട്. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും CAG റിപ്പോർട്ട് വിമർശിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.